അമേരിക്കയുടെ ഗർഭിനും അതുപോലെ സൈനിസ്റ്റ് അഹങ്കാരത്തിനും മുകളിൽ പേർഷ്യൻ പോരാട്ട വീരത്തിന്റെ തീവഴ പെയ്യിച്ചുകൊണ്ട് യുദ്ധക്കളം ഇപ്പോഴാ ഇരമ്പുകയാണ്. ലോകം ഇതുവരെ കാണാത്ത ഭീകരമായ ഒരു തിരിച്ചടിയാണ് ഇറാൻ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്, നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ നിമിഷങ്ങളിൽ പോലും ഇറാൻ വലിയ തരത്തിലുള്ള തിരിച്ചടികൾ അമേരിക്കയ്ക്ക് നേരെയും അതുപോലെ തന്നെ ഇസ്രായേലിന് നേരെയും ഒക്കെ വലിയ തരത്തിൽ തീമഴ പെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ അഭിമാനമെന്ന് അവർ കൊട്ടിഘോഷിക്കുന്ന USS എബ്രഹാം ലിങ്കൺ എന്ന ഭീമൻ വിവാഹവാഹിനി കപ്പലിന് നേരെ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകൾ ലക്ഷ്യം കണ്ടിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്നത്. 4 ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി ഇറാൻ സൈന്യം തന്നെയാണ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയും ചെയ്തത്. 5000-ലധികം സൈനികരും 100ഓളം അത്യാധുനിക യുദ്ധവിമാനങ്ങളും അനവധി മിസൈലുകളും സമാസമമായും അതുപോലെ തന്നെ സദാസമയവും അനവധി മിസൈലുകൾ ഒരേ സമയം സജ്ജമായിരിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക സന്നാഹങ്ങളിലൊന്നായ ഈ കപ്പലിനെയാണ് ഇറാൻ മിസൈലുകൾ തകർത്തെറിഞ്ഞിരിക്കുന്നത് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. മാത്രമല്ല യുഎസിന്റെ അല്ലെങ്കിൽ ഈ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ പോലും തകർത്തെറിയപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഒപ്പം തന്നെ അത് അമേരിക്ക ഇപ്പോഴാ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്, സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ സൈനികരടക്കമുള്ളവർ വധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അമേരിക്ക ഇറാനെ ആക്രമിക്കാനായി പ്രധാനമായും ഉപയോഗിച്ചിരുന്ന ഈ കപ്പലിന്റെ 7 അയലത്ത് പോലും എത്താൻ ഇറാന് കഴിയില്ലെന്ന അമേരിക്കയുടെ അഹങ്കാരത്തിനാണ് ഇപ്പോൾ വലിയ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുകുത്തി അവരുടെ ഷൂ നക്കിക്കൊടുത്ത് സേഫ് ആകാനല്ല തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരവും ആത്മാഭിമാനവും മറ്റൊരു രാജ്യത്തിന്റെ കാൽ കീഴിൽ അടിയറവ് വെക്കില്ല എന്നും തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് ഇറാൻ ഈ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത്. മരിച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ കൊന്നാലും തോൽപ്പിക്കാനാകില്ല എന്ന് തന്നെയാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. മാത്രമല്ല അവർ പറയുന്നത് ആയത്തുള്ള അലി ഖമീനിയുടെ മരണത്തിൽ ഞങ്ങൾ ഉറപ്പായും മറുപടി ചോദിച്ചിരിക്കുമെന്ന് തന്നെയാണ്, അല്ലെങ്കിൽ മറുപടി തന്നിരിക്കുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അവിടെ അവർ കൃത്യമായ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്, കൃത്യമായ യുദ്ധ ഫോർമുലകൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതുകൂടാതെ എവിടെ അടിച്ചാൽ എവിടെ കൊള്ളുമെന്നുള്ള കൃത്യമായ സംവിധാനങ്ങൾ കൃത്യമായി ഒരുക്കി വെച്ചിട്ടാണ് ഈ തരത്തിലുള്ള പ്രസ്താവനകളെല്ലാം നടത്തുന്നത്. യഥാർത്ഥത്തിൽ തൻ്റെ മരണത്തിലൂടെ ഇറാൻ ജനതയ്ക്ക് മാത്രമല്ല സാമ്പത്തിക ശക്തികൾക്കെതിരായ പോരാട്ടത്തിന് കൂടിയാണ് ആയത്തുള്ള അലി ഖമീനി വീര്യം പകർന്നിരിക്കുന്നത്. ഇത്തരമൊരു രക്തസാക്ഷിത്വം തന്നെയാണ് ഒരു മുസ്ലിം പണ്ഡിതൻ ആഗ്രഹിച്ചിരുന്നത്. കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബംഗറിൽ ഒളിച്ചതുപോലെ ഒളിക്കാൻ ഖമൈനി തയ്യാറായില്ല എന്നതാണ് അദ്ദേഹം മരണത്തെ ഭയപ്പെട്ടില്ല എന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത്. മുമ്പ് ഒരു കൊച്ചുകുട്ടിയുടെ ചോദ്യത്തിന് 86 വയസ്സുകാരനായ ഖമൈനി പറഞ്ഞത് തനിക്ക് അസുഖം ബാധിച്ച് മരിക്കാനല്ല, മറിച്ച് രക്തസാക്ഷിത്വത്തിലൂടെ മരിക്കാനാണ് ഇഷ്ടം എന്നുള്ളതാണ്. അത്രയും സ്വന്തം രാജ്യത്തിന് വേണ്ടി മരിക്കാൻ ആഗ്രഹിച്ച പോരാളിയായിരുന്നു ആയത്തുള്ള അലി ഖമീനി എന്ന വീരപുരുഷൻ. ഖമീനി പോയാൽ ഇറാൻ തകരുമെന്ന് കരുതിയവർക്ക് തെറ്റിപ്പോയി എന്ന് കൂടി പറയേണ്ടി വരും. കാരണം ഖമീനിയുടെ മകൻ മുജ്തബ ഖമീനി പിൻഗാമിയായി എത്തുമ്പോൾ ഇറാന്റെ പോരാട്ട വീര്യം 10 മടങ്ങായി വർദ്ധിക്കുക കൂടിയാണ് ചെയ്തിരിക്കുന്നത്. സ്വന്തം പിതാവിന്റെ രക്തസാക്ഷിത്വത്തിന് പകരം ചോദിക്കാൻ ഇറങ്ങുന്ന ഒരു മകൻ എങ്ങനെ പ്രതികരിക്കുമെന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സൈനിക മേധാവിമാർ കൊല്ലപ്പെട്ടാൽ അപ്പോൾ തന്നെ പുതിയ മേധാവിമാർ ചാർജ് എടുക്കുന്ന രൂപത്തിലാണ് ഇറാൻ സൈന്യത്തിന്റെ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേതാക്കൾ കൊല്ലപ്പെട്ടാൽ തകരുന്ന സേനയല്ല ഇറാൻ്റേതെന്ന് കൂടി ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതിനകം തന്നെ 27 അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇറാൻ ആക്രമിച്ച് കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ എണ്ണം ഇതാ പുറത്തു വരാൻ പോകുന്നു. ഏതാണ്ട് 40ഓളം അമേരിക്കൻ സൈനിക താവളങ്ങളെല്ലാം ആക്രമിച്ചെന്നുള്ള വിവരങ്ങളും സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വരെ പുറത്തു വരുന്നുണ്ട്. കുവൈറ്റിലെ US സൈനിക താവളം ആക്രമിച്ചതിൽ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടെന്നും നിരവധി പേർക്ക് പരിക്കേറ്റതായും അന്താരാഷ്ട്ര ഏജൻസികൾ വരെ ഇപ്പോഴാ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. 12 ഡ്രോണുകൾ 4 മിസൈലുകൾ ഉപയോഗിച്ച് സക്സസ്ഫുള്ളായ ഒരു ഓപ്പറേഷൻ തങ്ങൾ നടത്തിയെന്ന് ഇറാൻ അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട്. USS എബ്രഹാം ലിങ്കൺ കത്തിക്കരിയുന്ന ദൃശ്യങ്ങൾ കണ്ട് ലോകം അമ്പരന്ന് നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അമേരിക്ക ഇത് നിഷേധിക്കാൻ എത്ര ശ്രമിച്ചാലും പടക്കപ്പലുകൾ മുക്കി താഴെ വീഴ്ത്തുമെന്ന ഇറാന്റെ പ്രഖ്യാപനം സത്യമായി മാറുകയാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ചങ്ക് തകർക്കും എന്നുള്ളതാണ് ഇറാൻ സേന നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ജൂണിൽ നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ നിരവധി സൈനിക മേധാവികളെ ഇറാൻ നഷ്ടപ്പെടുകയും ചെയ്തത്. എന്നിട്ടും അവർ അവരുടെ പ്രത്യാക്രമണ വീരത്തെ ഒട്ടും ബാധിച്ചിട്ടില്ല എന്ന് കൂടി പറയേണ്ടി വരും. ഇന്ന് പടക്കപ്പലുകൾ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ വലിയ ഭീഷണിയാണ് അമേരിക്കയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും യുദ്ധവിമാനങ്ങൾ ഇറാൻ വെടിവെച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ കണക്ക് നാണക്കേട് കൊണ്ടാണ് അമേരിക്ക പുറത്തുവിടാത്തത്, അല്ലെങ്കിൽ പുറത്തു പറയാൻ മടിക്കുന്നത്. കാരണം അത്രത്തോളം നാണക്കേട് വലിയ തരത്തിൽ ലോക പോലീസൊക്കെ അവർ പറയുന്ന അമേരിക്കയുടെയൊക്കെ ഡ്രോണുകളൊക്കെ നിഷ്പ്രയാസം അടിച്ചിടുക എന്ന് പറയുമ്പോൾ അത് പുറത്തറിഞ്ഞാൽ വലിയ നാണക്കേടെന്ന് ട്രംപിനും അറിയാം. പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാവരും അവർക്ക് കുടപിടിക്കുന്നതിനെ തന്നെ ഇറാന്റെ നഷ്ടം മാത്രം ഉയർത്തിക്കാട്ടാനുള്ള ശ്രമങ്ങളാണ് നടന്നു വരുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ആക്രമണ ദൃശ്യങ്ങൾ പോലും ലോകം അറിയില്ലായിരുന്നു. ഇസ്രായേലിലെ തെൽ അവീവ് അതുപോലെ തന്നെ ഹൈഫ തുടങ്ങിയ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ
IRGC നടത്തിയ 4 കൃത്യമായ ആക്രമണങ്ങൾ സയനിസ്റ്റ് ഭരണകൂടത്തെ വിറപ്പിച്ചിരിക്കുക കൂടിയാണ്, അക്ഷരാർത്ഥത്തിൽ നടുക്കിയിരിക്കുക കൂടിയാണ്. നെതന്യാഹു ഉൾപ്പെടെയുള്ളവർ ഭയന്ന് ബംഗളൂരുവിൽ അഭയം പ്രാപിച്ചതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ജെറുസലേമിന് സമീപമുള്ള ഇസ്രായേൽ കേന്ദ്രങ്ങളിൽ 9 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇറാന്റെ ആക്രമണങ്ങൾ കൃത്യമായി ലക്ഷ്യം കാണുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതും. ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ മാത്രമേ തകരുമെന്ന് കരുതിയവർക്ക് ഇത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തങ്ങളുടെ തിരിച്ചടിക്ക് പരിധി നിശ്ചയിച്ചിട്ടില്ല എന്നാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് സരാംജിയും അതുപോലെ പ്രസിഡന്റ് മസൂദ് പഷ്കിയാനും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാസങ്ങളോളം യുദ്ധം ചെയ്യാനുള്ള സന്നാഹങ്ങൾ ഇറാന്റെ പക്കൽ തന്നെയുണ്ട്. 3000-ലധികം മിസൈലുകൾ അവരുടെ പുറത്ത് കാണാത്ത സൈനിക കേന്ദ്രങ്ങളിൽ ഭദ്രമായി തന്നെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, എന്നാൽ അദൃശ്യമായ ഭൂഗർഭ മിസൈൽ നഗരങ്ങളിൽ ഏതൊക്കെ തരം ആയുധങ്ങളുണ്ടെന്നോ അവ എത്ര എണ്ണമുണ്ടെന്നോ ആർക്കും അറിയുകയുമില്ല. ആ രഹസ്യ ആയുധങ്ങൾ കൂടി പുറത്തെടുക്കുന്നതോടെ യുദ്ധം പുതിയ തലത്തിലേക്കും പുതിയ മാനത്തിലേക്കും മാറുന്ന സാഹചര്യം ഉണ്ടാകും. അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും ഇസ്രായേലിന്റെ നേരെയും നേരിട്ടുള്ള ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കാനാണ് ഇറാന്റെ പ്രധാനമായ തീരുമാനമെന്നത്. അറബ് രാജ്യങ്ങളിലെ അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള താവളങ്ങളെയും ഇറാൻ ലക്ഷ്യമിടുന്നുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങളല്ല. ബഹ്റൈനിലെ 5th ഫ്ലീറ്റ് ഉൾപ്പെടെയുള്ള താവളങ്ങൾ ഇറാന്റെ റഡാറിലാണുള്ളത്. ഇറാന്റെ ജനവാസ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രായേലിലെ ജനവാസ കേന്ദ്രത്തിനേരെയും ഇറാൻ ആക്രമണം നടത്തിയിട്ടുമുണ്ട്. ഭരിക്കുക എന്ന സൈനിക തന്ത്രം ഖമേനിയെ വധിച്ചതിലൂടെ ഇനി നടക്കുകയില്ല. മുമ്പ് പ്രക്ഷോഭത്തിനിറങ്ങിയവർ പോലും ഇപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് ഇറാനിൽ കാണാൻ കഴിയുന്നത്. ഇറാനെ വിഭജിക്കാനുള്ള ഇസ്രായേലിന്റെ തന്ത്രം ഇറാൻ ജനത തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. ഖമേനി കൊല്ലപ്പെട്ടാൽ ആഭ്യന്തര കലാപം ഉണ്ടാകുമെന്ന ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും കണക്കുകൂട്ടലുകൾ ഇപ്പോഴിതാ ഇവിടെ തെറ്റിയിരിക്കുകയാണ്. ഇറാൻ ഇനിയും അതിശക്തമായി തന്നെ തിരിച്ചടിക്കും. അമേരിക്കയുടെ പടക്കപ്പലുകൾ കടലിലെ ആഴങ്ങളിലേക്ക് മുക്കിത്താഴ്ന്ന് വീഴുന്നവരെ അല്ലെങ്കിൽ മുക്കിത്താഴ്ത്തുന്നതുവരെ അത് ഉണ്ടായിക്കൊണ്ടിരിക്കും. മാത്രമല്ല, മുക്കി വീഴ്ത്തുമെന്ന ഖമേനിയുടെ വാക്കുകൾ ഓരോന്നായി ഇപ്പോഴിതാ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സൈന്യം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗൾഫ് മേഖല ഇപ്പോൾ ഏതാണ്ട് സ്തംഭിച്ച അവസ്ഥയിലാണുള്ളത്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ ലോക വ്യാപാരം തന്നെ വലിയ പ്രതിസന്ധിയിലായി മാറിയിരിക്കുക കൂടിയാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ ആരും മധ്യസ്ഥ ശ്രമങ്ങൾ മുതിരുന്നില്ല എന്നതും വലിയ ആശങ്കകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴും മധ്യസ്ഥയ്ക്ക് തയ്യാറാണെന്ന് അമേരിക്കയും ഇറാനും ഒരുപോലെ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിന് എത്രയും വേഗം ഉണ്ടാവട്ടെ എന്ന് കൂടി നമുക്ക് പ്രത്യാശിക്കാമെന്നുള്ളതാണ് പറയാനുള്ളത്. മാത്രമല്ല, ഇവിടെ എടുത്തു പറയേണ്ടത് ഒമാനെ പോലുള്ള രാജ്യങ്ങൾ പോലും തകർക്കുന്ന വിധത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമാണ് അത് ഗുരുതരമുണ്ടാക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയും അവരുടെ സഖ്യകക്ഷിയായ ഇസ്രായേലിനെയും ഒറ്റയ്ക്ക് നിന്ന് നേരിടാൻ ഇറാൻ കാണിക്കുന്ന ചങ്കുറ്റത്തിനൊരു ബിഗ് സല്യൂട്ട് നൽകാതിരിക്കാൻ കഴിയുകയില്ല. കാരണം ഫലസ്തീനിൽ പിടഞ്ഞു വീണ ആയിരക്കണക്കിന് കുരുന്നുകളുടെ ചോരയ്ക്ക് പകരം അതിന് പകരം ചോദിക്കാൻ ഇസ്ലാമിക അറബ് രാജ്യങ്ങൾ മടിച്ചു നിന്നപ്പോൾ ഇറാൻ മാത്രമാണ് ധീരതയോടെ മുന്നിട്ടിറങ്ങിയത്. ഫലസ്തീനികളുടെ കണ്ണീരിനുള്ള മറുപടി കൂടിയാണ് ഇറാൻ അയക്കുന്ന ഓരോ മിസൈലുകളും. ഇസ്രായേൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഭയക്കുന്ന രാജ്യം ഇറാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളിലെ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഇപ്പോൾ ഇറാനൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത്. സൈനിസ്റ്റ് സാമാജിക അജണ്ടകളെ ചവിട്ടിമെതിച്ചുകൊണ്ട് ഇറാൻ അതിൻ്റെ പോരാട്ടം തുടരുമ്പോൾ ലോകം അമ്പരപ്പോടെ നോക്കി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇറാന്റെ ഓരോ നീക്കവും അമേരിക്കയുടെ താവളങ്ങളെ വിറപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മരണം വരെയും വിപ്ലവം തുടരുമെന്ന ഖമേനിയുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇറാൻ സൈന്യം മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. അമേരിക്കൻ പടക്കപ്പലുകൾ കടലിൽ മുങ്ങുന്ന ദൃശ്യങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ പുറത്തു വരുന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. പശ്ചിമേഷ്യയിലെ ഓരോ അമേരിക്കൻ കേന്ദ്രവും ഇപ്പോഴാ ഇറാന്റെ നിരീക്ഷണത്തിലുമാണ്. ഈ പോരാട്ടം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഇറാൻ അതിൻ്റെ അഭിമാനം അടിയറവ് വയ്ക്കാൻ തയ്യാറല്ല എന്നുള്ളത്. ഇനി മരിച്ചു വീണാലും ശരി തന്നെ അവരുടെ അഭിമാനത്തിന് മേൽ കളങ്കമേക്കാൻ അവർ ഒരു കാരണവശാലും അനുവദിക്കില്ല, സമ്മതിക്കില്ല എന്ന് തന്നെയാണ് ഈ നിമിഷം വരെയും അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.